പ്രധാനപ്പെട്ട കാര്യമാണ്. ജിമ്മി, ഈ വിവാദം തുടരുകയാണോ ഹിജാബ്? വിവാദം തുടരുകയാണെന്ന് മാത്രമല്ല, ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചുള്ളൊരു ലേഖനം തുടക്കം എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു. അവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചില്ല. അതിനെ തുടർന്ന് വലിയ തർക്കങ്ങളുണ്ടായി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ആകാതിരിക്കട്ടെ, പക്ഷേ അങ്ങനെ ഒരു ലേഖനം 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞ് കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. കൈവിട്ടു പോവുകയാണ് കാര്യങ്ങൾ. ഒരു ചെറിയ വാർത്തയായി തുടങ്ങി, ഓരോ ദിവസവും വലുതായി ഇപ്പോൾ ഒരു കുടുംബം ഞങ്ങളുടെ 2 മക്കളെ, 2ലും 3ലും പഠിക്കുന്ന മക്കളെ ഞങ്ങൾ മാറ്റുകയാണ്. അത് എൻ്റെ മക്കൾ ഹിജാബ് ധരിക്കണമെന്നുള്ളതുകൊണ്ടല്ല, ഹിജാബ് ശരിയല്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതായി മറ്റേ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അത് ഞാൻ കേൾക്കുന്നു, അത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയാണ്. അപ്പോൾ അവസാനം സ്കൂളിൽ ഹിജബ് ധരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഹിജബ് എന്ന് പറയുന്നത് എന്തോ വലിയ മോശം കാര്യമാണെന്ന് ഒരു കന്യാസ്ത്രീ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ സ്കൂളിലെ മറ്റൊരു അധ്യാപിക മറ്റൊരു രക്ഷിതാവ് കുട്ടികളെ മാറ്റുന്നത്. നോക്കൂ, കേരളം ഒരു കാരണവശാലും സംഭവിക്കരുത് എന്ന് പ്രതീക്ഷിച്ചതിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹിജബ് സ്കൂളിൽ നിന്നൊക്കെ മാറി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സമസ്ത എന്താണ് ചെയ്യുന്നത്? സമസ്തയിലെ ഒരു നേതാവ് ചെയ്തത് കേരളത്തിലെ മുഴുവൻ അങ്ങനെ എത്ര സ്കൂളുകളുണ്ട് എന്ന് കണക്കെടുക്കാൻ പോവുകയാണ്. ഈ കണക്കെന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ കയ്യിലേക്ക് എത്താൻ പോകുന്ന എന്തൊരു അപകടം പിടിച്ച കണക്കാണെന്ന് നോക്കൂ. ആ കണക്കെടുക്കുന്നു. തട്ടത്തിന്മേറത്തെ വർഗീയത എന്ന് പറഞ്ഞ് നാളെ ചർച്ച നടക്കുന്നു. മുസ്ലിം ലീഗ് ഇന്നലെ ആ കാര്യത്തിൽ പെൺകുട്ടിക്കൊപ്പമാണെന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോകേണ്ടി വരുന്നത് മോശമാണെന്ന് പറയുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി വിവാദങ്ങളും അതിൻ്റെ കൊടുങ്കാറ്റുകളും ഒക്കെ വരാൻ പോവുകയാണ്. 2 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. 4 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഒരാളും വിടാൻ പോകുന്നില്ല കേട്ടോ. എല്ലാവർക്കും ദേ വോണ്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് പറയും. എല്ലാവർക്കും വേണം. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു കണ്ണുണ്ട്. അത് ചെറിയ ഈർക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതൽ വലിയ രാഷ്ട്രീയ പാർട്ടികൾ വരെ എല്ലാവർക്കുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ല എന്നതിനെക്കുറിച്ചുള്ള വലിയ കണക്കെടുപ്പ് ഇപ്പോൾ തന്നെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കേരളത്തിലെ പല സമുദായ സംഘടനകളുടെയും മതസംഘടനകൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറാൻ പറ്റുമെങ്കിൽ കയറി നോക്കൂ. വരുന്ന മെസ്സേജുകൾ എത്ര ഭീകരമാണെന്നറിയാമോ? വളരെ വളരെ അപകടം പിടിച്ച രീതിയിലുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന രീതിയിലുള്ള വളരെ വലിയ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വരികയാണ്. അത് നമ്മൾ ഇതുവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് ഒതുങ്ങി നിന്നതാണ്. നമ്മളിത് മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലോ. ഹഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരു അഭിപ്രായം പറയുകയും അതിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അത് തുടങ്ങി അവസാനം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയും പാലാ ബിഷപ്പ് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തം നടക്കുകയും അവസാനം പാലാ ബിഷപ്പ് ഹൗസിലേക്ക് SDPI മാർച്ച് നടത്തുകയും അതിന് കൗണ്ടറായി വേണമെങ്കിൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് RSSകാരോ BJPക്കാരോ അങ്ങനെ ആരൊക്കെയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്ത ഒരു ഘട്ടം വരെ എത്തി നിന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇത് അവസാനിച്ചത്? അന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 2 വിരുദ്ധ ധ്രുവങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെ BJPക്ക് ഒരു സീറ്റും കിട്ടി പാർലമെൻറ്റ് ഇലക്ഷനിൽ. അത് ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളുടെ പശ്ചാത്തലത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൃശ്ശൂരെ നായർ വോട്ടുകൾ മാത്രമല്ല, ഈഴവ വോട്ടുകൾ കൂടിയുണ്ട്. എന്നിട്ട് ഛത്തീസ്ഗഡിലും മറ്റും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ മറുവശം തിരിച്ചറിഞ്ഞതും ഇതിലും ഒരു കാര്യമുണ്ടല്ലേ എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്നൊരു ബോധോദയമുണ്ട്. ക്രിസ്ത്യാനികളെ കത്തോലിക്കരെന്ന് എടുത്തു പറയണം എന്നൊരു ബോധോദയം ഉണ്ടാവുകയും ഒന്ന് ഒതുങ്ങുകയും ചെയ്ത് നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ സമവായത്തോടെ കാണണമെന്ന് പറയുകയും ശത്രു എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് കേരളത്തിലെ ബിഷപ്പ്മാർ പറയുകയും കുറച്ചുകൂടെ വിശാലമായി കാര്യങ്ങളെ കാണാനും ഒക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു സുവർണ അവസരം BJPക്കും സംഘപരിവാറിനും എടുത്തിട്ട് കൊടുത്തതുപോലെ ഒരു പുതിയ വിവാദം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമല്ലേ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ലളിതമായ ഒരു സംഭവമല്ല. അല്ലെങ്കിൽ ഒരു ലളിതമായ സംഭവത്തിൽ അതുണ്ടായ അടുത്ത നിമിഷം ആളുകൾ ചാടി വീണു എന്നുള്ളതാണ്. ഈ കുട്ടി, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തട്ടവും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. തട്ടമൂരി ബാഗിൽ വെക്കും, ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പോൾ വെള്ളിയാഴ്ച അന്ന് കലാമത്സരങ്ങളുടെ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ക്ലാസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഈ തട്ടവുമായിട്ട് ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്നിടത്ത് കയറി. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞു. നാളെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. രക്ഷിതാവ് ഒന്ന് പകച്ചു. അദ്ദേഹം വരുന്നത് SDPക്കാരോടാണ്. വരുമ്പോൾ തന്നെ മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്ന, ഇപ്പോൾ കാസയുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന അദ്ദേഹം PTA പ്രസിഡന്റ് അവിടെ തയ്യാറാണ്. പിന്നെ അവർ തമ്മിലായി. അപ്പോൾ ഇത് നേരത്തെ കരുതി കൂട്ടി വെച്ച ഒരു സംഘർഷം പോലൊരു കാര്യമുണ്ടാകുന്നു. പിന്നീട് അത് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ആർക്ക് വേണ്ടിയാണ് നിലപാടെടുക്കുന്നുള്ളതാണ് പ്രശ്നം.
ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചുള്ള വളരെ വലിയ വേദന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി, പലരുടെ ഭാഗത്തുനിന്നുണ്ടായി. മന്ത്രിയുടെ നിലപാടിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കോടതിയിൽ ഇത് തോൽക്കാനേ ഉപകരിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തിനപ്പുറം വേറെ എന്തൊക്കെയാണ് കാണുന്നത്? ഹിജബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ അവകാശമാണ് എന്ന് പറയുന്നു. അല്ല, അങ്ങനെ ഒരു അവകാശമില്ല എന്ന് കന്യാസ്ത്രീ പറയുന്നു. അപ്പോൾ കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ഇടാമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്ട് അനുസരിച്ച് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം അങ്ങനെ ഉണ്ടോ എന്ന് തിരിച്ചൊരു വാദം ഉന്നയിക്കുന്നു. അങ്ങനെ വളരെ രസകരമായി വളരെ വിചിത്രമായ പുതിയ പുതിയ തർക്കവിതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. നോക്കൂ, പണ്ട് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. അന്ന് ഇവരീ പറയുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് മുസ്ലിങ്ങളും പറയുന്ന ഒരു നാട്ടിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം വന്നപ്പോൾ കേരളം കത്തിയത് ഓർമ്മയുണ്ടോ? കേരളം കത്തിപ്പടർന്നു. വിദ്യാഭ്യാസ മന്ത്രി. അതെ, അതിനു മുമ്പ് അത് MABയുടെ കാലത്ത് തന്നെ ജോസഫ് മാഷ് വളരെ നിഷ്കളങ്കമായി ഒരു 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 ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതിന് ഇവിടെ ഉണ്ടായ ജോസഫ് മാഷിനെ കൈവിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായ വളരെ വലിയ കലാപം നിങ്ങൾ മറന്നുപോയോ? ഇതിനെ ഒന്നിനെയും ഒറ്റയ്ക്ക് കാണാൻ ഞാൻ തയ്യാറല്ല. ഇത് ഒട്ടും നിഷ്കളങ്കവുമല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്കോറുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ദേഹത്തെല്ലാം, ഇവിടുത്തെ മതം പറയുന്ന എല്ലാവരുടെയും ദേഹത്ത് ഒരുപാട് ചെളിയുണ്ട്. ആ ചെളി കഴുകി കളഞ്ഞിട്ട് വേണം ഇവിടെ വന്ന് വർത്തമാനം പറയാൻ. നിങ്ങളെല്ലാവരും ഓരോ സമയത്ത് ഓരോ രീതിയിൽ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന നിരോധനം ഉണ്ടായപ്പോൾ അന്ന് ഈ സ്ത്രീകളെ തടയാൻ വേണ്ടി പോകുമ്പോൾ വഴി മുഴുവൻ നാരങ്ങയും ബോഞ്ചിവെള്ളം നിരത്തി വെച്ചത് ആരാ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നല്ലേ? ഇവിടുത്തെ സംഘടനകളല്ലേ? അന്ന് സമുദായ സംഘടനകൾ ആരാ? ഹിന്ദുക്കളുടെ കൂടെയാണ് നിന്നേ. അപ്പോൾ ഓരോ കാലത്ത് നിങ്ങൾക്കുതകുന്ന രീതിയിലുള്ള, അതായത് മതത്തിന് എതിരായി ആരെങ്കിലും പറഞ്ഞാൽ, മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവരെ ഓടിക്കുക. അതിനുശേഷം മതങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മുടെ മതത്തിനകത്തെ അതിൻ്റെ മൗലികത മാത്രം പറയുക. ഇത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും നിങ്ങൾ പറയുന്നതിനൊരു ഒരു തരത്തിലുള്ള യുക്തിയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പോട്ടെ, ഇതൊക്കെ ഇതിൻ്റെ സൈദ്ധാന്തിക തലമാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കൂ. ഇതേ സ്ഥാപനങ്ങളൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സ്കൂളും കോളേജും നടത്തുന്നുണ്ട്. അവിടെ പ്രശ്നം, അവിടെ സിഖ് സമുദായത്തിലുള്ള ആളുകൾ അടക്കമുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ സിഖ് സമുദായ അംഗങ്ങളെ ടർബനോട് കൂടി സ്വീകരിക്കുന്ന സ്കൂളുകളിൽ തിരിച്ചൊന്നും പറയാനൊക്കില്ല. പുതിയ കാലത്ത് കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി തട്ടമിട്ട് വരുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു വിശാല മനസ്കതയ്ക്ക് നിങ്ങളെടുക്കുന്ന സമയമാണ് ഈ കാര്യത്തെ കത്തിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ എത്രത്തോളം ഓരോ ദിവസവും വൈകുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ആളിക്കത്തിച്ചു എന്നതിൻ്റെ കണക്കെടുപ്പിൻ്റെ ഭാഗമായി വരും. ഒരു തരത്തിലുമെങ്കിലും വിവേകപൂർവമായി പെരുമാറാനുള്ള അവസരമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിയാണ്, നാളെ ദീപാവലിയാണ്, മറ്റന്നാളാണ് സ്കൂൾ തുറക്കുക. ഇപ്പോഴെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? അതോ വാശിപ്പുറത്ത് ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന ഒരേ നിലപാടിലാണ്. നോക്കൂ, ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തട്ടമിട്ട് വന്നാൽ ലോകം ഇടിഞ്ഞ് വീഴില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പം ഞാൻ പല ക്രൈസ്തവ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കോടതി വിധി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ്. കോടതി വിധി വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? കോടതി വിധി എന്ന് പറഞ്ഞാൽ ലോകത്തെന്തെങ്കിലും പൊട്ടി വീഴുന്ന എന്തെങ്കിലും സാധനമാണോ? അത് അംഗീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു വൈകാരിക പ്രശ്നമാണ് എന്ന് ഇരിക്കട്ടെ, ശരി, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ മനസ്സിലായല്ലോ ഇതൊരു വൈകാരിക പ്രശ്നമാണ്. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. വളരെ വലിയ രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ മാറാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴെങ്കിലും 2 മാസം മുമ്പ് ജാർഖണ്ഡ് കഴിഞ്ഞതേ ഉള്ളൂ, അത് ഓർത്തിട്ടെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതല്ലേ ബുദ്ധി? ബൈബിളിലൊരു ഒരു പുതിയ നിയമത്തിലൊരു വരിയുണ്ട്, ആകാശം ചുവന്നിരിക്കുന്നു, അപ്പോൾ സന്ധ്യയാകാൻ പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ കാലത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമാണ്. കാലത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? വളരെ വലിയ ഒരു യുദ്ധകളത്തിലേക്കാണ് നിങ്ങൾ ഈ എല്ലാവരും കൂടെ ചെന്ന് കാര്യങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അവിടെ നിന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകാനും പോവുകയാണ്. 2 വർഷം മുമ്പ് ഹാഗിയ സോഫിയയിൽ തുടങ്ങി നാർക്കോട്ടിക്സ് ജിഹാദ് എത്തി കാര്യങ്ങൾ കുളമായത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെ പല സംഭവങ്ങളിലൂടെ കാര്യങ്ങൾ വേറൊരു രീതിയിൽ മറിയുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ എന്താണ്? നോർത്ത് ഇന്ത്യയിലെ നിങ്ങളുടെ തന്നെ സഹോദരന്മാർ, അവർ ദളിതരായിക്കോട്ടെ ആദിവാസികളായിക്കോട്ടെ, അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാവേണ്ടതല്ലേ? അതിൻ്റെ പേരിലെങ്കിലും
എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അടിച്ചോടിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഫാസിസ്റ്റ് പ്രവണത ഇന്ത്യയിൽ പല ഭാഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളല്ലേ അപ്പോൾ ഒരു മാതൃക കാണിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ യൂണിഫോം 10-40 വർഷം മുമ്പ് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചു പോയതാണ്, ഇനി അത് മാറി. യൂണിഫോം എന്ന് പറഞ്ഞാൽ മറ്റേ കല്ലേ പിളർക്കുന്ന ഉത്തരവൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറണ്ടേ? അവിടെയും ബൈബിൾ തന്നെ കോട്ട് ചെയ്യേണ്ടി വരും. സാബത്ത് ദിവസം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ജൂതന്മാരോട് ക്രിസ്തു ചോദിച്ചു, സാബത്ത് ദിവസം നിങ്ങളുടെ ഒരു ആട് താഴെ വീണാൽ കുഴിയിൽ വീണാൽ നിങ്ങളെന്താ ആടിനെ രക്ഷിക്കില്ലേ? മനുഷ്യൻ നിയമത്തിന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ്. ഇതാണ് ക്രിസ്തു ബൈബിളിൽ പറഞ്ഞ വാചകം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ യൂണിഫോം നിയമം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാതെ മനുഷ്യനെന്ന് പറയുന്നത് നിങ്ങളുണ്ടാക്കിയ നിയമത്തിന് വേണ്ടി എല്ലാ കാലത്തും നിൽക്കാനുള്ളതല്ല. ഇത് മനസ്സിലാക്കാനുള്ള തെളിവുകൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ബൈബിളിലും ഒരുപാടുണ്ടെന്നേ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യയുക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് തിരിച്ചു വരാൻ പറ്റുക? കോടതിയിൽ എനിക്ക് ഉറപ്പാണ് ഈ കേസിൽ ക്രൈസ്തവർ ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ കോടതിയിൽ പോയി ജയിച്ചു വരട്ടെ എന്നാണ്. നിലവിൽ ആ കേസ് ജയിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യം, ഈ സ്കൂളിനെ തൊടാൻ, കാരണം സ്കൂൾ CBSE ആണ്, CBSEയെ തൊടാൻ നിങ്ങൾക്ക് യാതൊരു രീതിയിലും പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം സ്റ്റേയുടെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞാണ് സ്റ്റേ ചെയ്യാതിരുന്നത്. കോടതി ഇപ്പോഴേ നിങ്ങളുടെ കൂടെയാണ്. മന്ത്രി എന്തൊക്കെയോ പറയുന്നു, അവസാനം കോടതിയിൽ പോയി മന്ത്രിയും സർക്കാരും ഒക്കെ തോറ്റ് അവസാനം ഹിജബ് എന്ന് പറയുന്നത് സ്കൂൾ നിയമത്തിൻ്റെ താഴെ വരുമെന്ന് പറഞ്ഞ് വിധിയും വരാനാണ് 99% സാധ്യത. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നിയമപ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വരെ സാമൂഹ്യ പ്രശ്നമായിരുന്നു, ഇനി അതൊരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ വളരെ വലിയ വില കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ക്രിസ്ത്യാനികൾ കേരളത്തിൽ മാത്രമല്ല അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക, അങ്ങ് വടക്കേ ഇന്ത്യയിലും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കാതെ വാശിപ്പുറത്ത് ഇന്ന് രാത്രിയും നാളെ ദീപാവലിയും ആഘോഷിച്ചിട്ട് ചൊവ്വാഴ്ച നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ അപകടമാണ്. ഞാനിപ്പോഴും പറയുന്നു, ഒരു 6 വർഷം 7 വർഷത്തിന് ശേഷം തുടക്കം എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചൊരു ലേഖനം, അത് അങ്ങനെ വരാതിരിക്കട്ടെ. Meet the editors.